ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെയും കാണുന്നത് മീഡിയ വണ്ണിനെതിരെ CPM കാരണം അവകാശപ്പെടുന്നവരും CPMകാരും ഒക്കെ വലിയ തോതിലുള്ള എഴുത്തുകളുമായി വരുന്നു. മീഡിയ വണ്ണിൽ നിന്ന് വരുന്ന ഔട്ട് ഓഫ് ഫോക്കസിനകത്ത് CPM വിമർശനം വരുന്നു. അതിന് പരിധി കവിഞ്ഞതും അല്ലാത്തതായിട്ടുള്ള മറുപടികൾ അപ്പുറത്തുനിന്ന് വരുന്നു. മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു CPMനെതിരെ ഒരു പ്രഖ്യാപിത യുദ്ധമുഖത്താണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടതില്ല എന്ന അഭിപ്രായം അല്ലെങ്കിൽ നിലപാടാണ് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം. CPMനെ പരാജയപ്പെടുത്തുക, CPMനെ മൊത്തത്തിൽ ദുർബലപ്പെടുത്തുക, അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നൊരു പ്രഖ്യാപിത നയനിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മീഡിയ വൺ പ്രവർത്തിക്കുന്നില്ല. CPMനോട് വ്യവസ്ഥാപിതമായ ഒരു വിരോധവും ഈ ചാനലിനില്ല. അതിനോട് യോജിക്കാവുന്ന തലങ്ങൾ കൂടുതലുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് ഇത്. ദേശീയ തലത്തിൽ ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന പല നയനിലപാടുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ദിശാസൂചികയാണെന്ന അഭിപ്രായം ഉണ്ടാവുകയും ആ നിലപാട് ഇവിടെ പറയുകയും ചെയ്തിട്ടുള്ള ചാനലാണിത്. എന്നാൽ അതിൻ്റെ കേരളത്തിലെ ഭരണകൂട രൂപത്തിന് പലപ്പോഴും നയപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. പലപ്പോഴും വലതുപക്ഷ വ്യതിയാനം ഉണ്ടാകുന്നുള്ളത് അതിനകത്തു തന്നെയുള്ള വിമർശനമാണ്. ആ വിമർശനത്തെ കണിശതയ്ക്ക് കുറവൊന്നുമില്ലാതെ ഉന്നയിക്കാനും മടിക്കുന്നില്ല. അത് ജേർണലിസം എന്ന നിലയ്ക്കുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് CPMനോട് മാത്രമല്ല, കോൺഗ്രസിനോടും കോൺഗ്രസിൻ്റെ എല്ലാ ഏർപ്പാടുകളോടും ഇത്രയും സൂക്ഷ്മമായ വിശകലനവും വിമർശനവും നമ്മൾ ഈ ദിവസം വരെയും ഉന്നയിച്ചു പോന്നിട്ടുള്ള ഒന്നാണ്. മീഡിയ വൺ നിരോധന കാലത്ത് മീഡിയ വണ്ണിനെ നിരോധിക്കുന്ന ഘട്ടത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളരെ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അതടക്കം CPIM ഉയർത്തിപ്പിടിക്കുന്ന പല നയനിലപാടുകളും നമുക്ക് യോജിപ്പാണ്. അതേസമയം അതിൻ്റെ ഭരണകൂട രൂപം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പരിപാടികളോടും വിയോജിപ്പുമുണ്ട്. അത് എല്ലാ കാലത്തും എല്ലാ ഭരണകൂടങ്ങളോടുമുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഉത്തരവാദിത്തമാണ്. കാരണം വാഗ്ദത്തം നിറവേറ്റുന്നുവോ ഒരു ജനാധിപത്യ ഭരണകൂടം എന്ന് ചോദിക്കൽ ബാധ്യതയാണല്ലോ. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഇതെന്തോ ഒരു ഓപ്പൺ ഫൈറ്റ്, ഒരു വാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിയമങ്ങളില്ലാത്തൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് എക്കാലവും CPM വിരുദ്ധതയുടെ ഒരു കേന്ദ്രം എന്നാരും കാണേണ്ടതില്ല. ഇതൊരു സന്ദർഭമാണ്, ഇത്രയും പറയാം.